ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ മുതലേ നല്ല മഴയാണ് കേട്ടോ ഇങ്ങോട്ട്. അതുകൊണ്ട് തന്നെ കോഴികളൊന്നും രാവിലെ ഇളക്കി വിടാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇപ്പം എന്നിട്ട് ആച്ചൊന്ന് കുറച്ച് തെളിഞ്ഞതുകൊണ്ട് ഇളക്കി വിട്ടിട്ടേ ഇല്ലതേ. അപ്പോൾ ഇത് പുതിയ നാടൻ കോഴികളാണ് കേട്ടോ, പൂവനല്ല, ബാക്കിയുള്ള പെടകൾ. അപ്പോൾ അവർ നമ്മളടുത്തേക്ക് വരുമ്പോൾ ദൂരം ദൂരെ പോവേന്ന്. അവർക്ക് പേടിയാണ് നമ്മൾ അടുത്തേക്ക് വരുന്നതല്ല. ഇതിനകത്താണ് നമ്മൾ നാടൻ കോഴി കുഞ്ഞുങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങളില്ലതേ. ഇവർ ഏകദേശം ഒരു 3-4 മാസം പ്രായം അങ്ങനെ ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഇത് അവരെല്ലാവരും പുറത്തേക്ക് വിട്ട് അന്നേരം തന്നെ അത് നമ്മളെ പുഴുവിനെ കൊണ്ടിട്ട് അതെല്ലാം കഴിക്കുന്നുണ്ട്. ഇവരെ ഞാൻ ചെറുതിലേ കൂട്ടിലിട്ട് വളർത്തിയതാണ് ഈ കുഞ്ഞുങ്ങളെ. എന്താ വെച്ചാൽ ചെറുതിലല്ലേ, കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് അപകടമൊന്നും തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു ഉപദേശം കൊടുത്ത് വളർത്താന്ന് വെച്ചാൽ ഇവർക്ക് അമ്മക്കോഴി ഉണ്ടായിട്ടില്ല. കാരണം ഇവർ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഞാനിവരെ ഇളക്കാൻ തുടങ്ങിയിട്ട് 2-3 ആഴ്ചയായിക്കാണ് ഞാനിവരെ ഇളക്കി വളർത്താൻ തുടങ്ങിയിട്ട്. കാരണം മുന്നേലും നല്ല മഴയുമാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഭയങ്കര കീരി ശല്യവും പിന്നെ ഈ പ്രാപ്പിടിയാൻ അറിയാം കോഴിനെ കൊണ്ടുവന്ന്, അതിൻ്റെ എല്ലാം ഭയങ്കര ശല്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ഇളക്കാൻ തുടങ്ങിനി. അപ്പോൾ മഴ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനിടക്ക് ചെറിയൊരു ആച്ച് കിട്ടിയാൽ ഇവരെ പുറത്തേക്ക് വിട്ട് ഇങ്ങനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, അമ്മ കൊടുക്കുന്നതിനേക്കാളും അവർക്ക് വേണ്ടത് കഴിക്കാൻ കഴിയും. അവർക്കെന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവരതിനെ കൊത്തിപ്പെറുക്കി തിന്നോളും, അവരെന്നെ കണ്ടെത്തിക്കോളല്ലോ. പിന്നെ നമ്മ ഇങ്ങനെ ഒന്ന് കാവൽ നിൽക്കണമെന്നേലും കീരിയും പ്രാപ്പിടനും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് നേരം നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയം ഒന്ന് കാവലിരിക്കണമെന്നേലും. അപ്പോൾ അത്രയും നേരം നമുക്ക് അവർ നോക്കിയിരിക്കുമ്പോൾ അതും ഒരു രസമല്ലേ. എൻ്റെ പൂവൻ കോഴി എല്ലാവരും കൊത്തിച്ചാത്തി കഴിഞ്ഞിട്ടാ. ഈ ചെറിയ കുഞ്ഞും കോഴിയിൽ പൂവന്മാരുണ്ട്, അവർ മാത്രം ലക്ഷ്യമിട്ടിട്ട് അവൻ കൊത്തി ഓടിക്കുകയാണ് കേട്ടോ. ഒരു പടകളൊന്നും ചെയ്യുന്നില്ലേ. അപ്പം മഴ കാരണം രാവിലെ ഇളക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വെച്ച് ഇന്ന് കുറച്ച് തീറ്റെല്ലാം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ എന്ത് തീറ്റ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഒരുപാട് ഇങ്ങനെ പുറത്ത് വാരിയിട്ട് കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ് ഇവരെ കൊണ്ട്. ഇവരെ സ്വഭാവം അറിയാലോ. ഒരു പാത്രം എടുത്ത് പുറത്തേക്ക് കഴിഞ്ഞാൽ അന്നേരം തന്നെ ബാക്കിലെ ഓടലായി മേലോട്ടേക്ക് പാറലായി എല്ലാം തട്ടിമറിക്കും. അതിൽ നല്ലത് ഒരു പിടി അവിലിൻ്റെ തവിട് ഞാൻ അവിടെ നേരത്തെ ഇട്ട് കൊടുത്തിന്. അവരതും കൊത്തി അവിടെ തിന്നോളും, നമുക്ക് നമ്മളെ തീറ്റ ഉണ്ട്. ഇളക്കി വിട്ടാൽ എന്താണെന്നറിയാം, ഇവർ ഒരുപാട് ഇലകളെല്ലാം കൊത്തി തിന്നും. ഇനിയിപ്പോൾ മഴയായതുകൊണ്ട് ഇപ്പം അതൊന്നും സാധിച്ചിട്ടില്ല. ഞാൻ മിക്കവാറും തീറ്റലെല്ലാം ഇലയും ഉൾപ്പെടുത്തലുണ്ട്. പക്ഷെ ഇന്നേതായാലും ഇല മുറിക്കാൻ പോകാൻ കഴിയില്ല, നല്ല മഴ പിടിച്ചിട്ടുണ്ട്. വെളിച്ചുള്ളതൊന്നും നോക്കണ്ട, നല്ല മഴക്കാറാണ്, എന്തായാലും മഴ പെയ്യുമ്പോൾ. അപ്പം ഇന്ന് ഏതായാലും ഗോതമ്പ് കൊണ്ട് ഒരു തീറ്റ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരളവ് കണക്കാക്കി കൊടുക്കുന്നതാണെങ്കിൽ ഗോതമ്പ് ഡയറക്റ്റ് തന്നെ കൊടുക്കുന്നതിനോടൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക്, അത്യാവശ്യ ഘട്ടത്തിലല്ലോ. ഇതിപ്പോൾ ഞാൻ പുഴുങ്ങിയ ഗോതമ്പാണ് കേട്ടോ എടുത്തത്. പുഴുങ്ങിയ ഗോതമ്പ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടിച്ചിട്ട് തീറ്റരപ്പുറം മിക്സാക്കി കൊടുക്കും, പിന്നെ മുളപ്പിച്ചിട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ പിന്നെ വെറുതെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കൊടുക്കും, അങ്ങനെ ചെയ്യൽ. ഇപ്പം ഇന്ന് ഞാൻ ഒന്ന് വേവിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വേവിച്ച് കഴിഞ്ഞാൽ കുറച്ചധികം അങ്ങനെ കാണാനുണ്ടാവുമല്ലോ. അതുകൊണ്ട് കുറച്ച് ചോറുണ്ടായിരുന്നു, തലേന്നാളത്തെ കുറച്ച് ചോറിൻ്റെ അകത്ത് ഞാൻ ഉപ്പ് എടുക്കുന്ന അതേ അളവ് കപ്പിൻ്റെ അകത്താണ് നമ്മളെ തവിട്, അവിലിൻ്റെ തവിടാണ് കേട്ടോ, അതും കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഗോതമ്പും ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു സാധനം ഞാൻ ഇട്ടിന്, അത് കാണിക്കാൻ മറന്നുപോയതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ടായ കാൽസ്യത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടതാണ്, കാണാത്തവരുണ്ടെങ്കിൽ കാൽസ്യം പൊടി ഉണ്ടാക്കുന്ന വീഡിയോ കയറി കാണണേ. അപ്പോൾ അതും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കിയിട്ട് കോഴിക്ക് കൊടുക്കാൻ പോവേനെ കേട്ടോ. ഇന്നത്തെ തീറ്റയിൽ ഇലയും കൂടി ഉൾപ്പെടുത്തണമെന്നുണ്ടായിനി. എന്നാലും മഴയായി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം പറിക്കാൻ പോകാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടിൻ്റെ കാര്യമാണ്. ഇലയെല്ലാം കൊടുക്കാന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരു മടി കാരണമാണ് കേട്ടോ ഇല പറിക്കാനൊന്നും പോകേണ്ടതിന്. പിന്നെ അല്ലാത്ത നേരം ഇങ്ങനെ മഴയുള്ള സമയം ഇതുപോലെ ബുദ്ധിമുട്ടുള്ള സമയമെല്ലാം ഗ്രോവർ, മുട്ടത്തീറ്റ അതെല്ലാം ഞാൻ ഇവരെ തീറ്റേൻ്റെ അകത്ത് ആഡ് ചെയ്യൽ. ഈ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങനെ കൂട്ടിലിട്ട് കൂട്ടുമൊന്നുമില്ല കേട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ആഴ്ച തെളിയുമ്പോൾ ഞാൻ വീണ്ടും ഇവരെ കുറച്ച് സമയം ഇളക്കും. കുറച്ച് നേരം കാവലിരിക്കണം എന്നില്ലല്ലോ. ഇന്നിപ്പോൾ ഏതായാലും സമയമില്ലേ, മോനെ തെറാപ്പിക്കെല്ലാം കൊണ്ടുപോകേണ്ട കാര്യമില്ലതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മെനക്കെട്ടും വേഗം തീറ്റ ഉണ്ടാക്കിയത് തന്നെ. ഇല്ലെങ്കിൽ പിന്നെ ആഴ്ച നോക്കി കുറച്ച് നേരം ഇളക്കിയിട്ട് എടുത്തന്നെ നിന്നാൽ മതി. ഇനി ഏത് ദിവസമായാലും എനിക്ക് സമയം ഉണ്ടാവില്ല, എനിക്ക് ഡെയിലി അവനെയും കൊണ്ട് പോകേണ്ടതാണ്. അപ്പോൾ ചില സമയം ഇതുപോലെ ഞാൻ പറഞ്ഞൊക്കെ രാവിലെ ആഴ്ച തെളിവാണെങ്കിൽ നല്ല സുഖമല്ലേ. രാവിലെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഞാൻ പോകുന്ന സമയത്ത് കൂട്ടിക്കയറ്റിയിട്ട് പോക്കാണ്. ബാക്കിയുള്ളവർക്കൊന്നും ഇനി അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് പിന്നെ മഴ രാവിലെ തുടങ്ങിയതുകൊണ്ട് ഞാൻ വെച്ച് കുറച്ച് നേരം നോക്കിയിട്ടെല്ലാം തീറ്റയിലാക്കി കൊടുത്തിട്ട് പോകാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവരൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വളർത്തി തുടങ്ങിയതല്ല കേട്ടോ. ഇവരിങ്ങനെ നോക്കിയിരിക്കുമ്പോഴെല്ലാം കിട്ടുന്ന ഒരു സമാധാനമുണ്ട് മനസ്സിന്, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.